സാധനം തീർന്നാ പറഞ്ഞാൽ മതി. വേറെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പേടിക്കണ്ട. നമ്മുടെ പിള്ളേരുടെ പരിപാടിയല്ലേ, കാശൊന്നും നോക്കുന്നില്ല. ഹലോ, നീ എവിടെ നിൽക്കുന്നേ? അതെയോ, നീ ഒരു കാര്യം ചെയ്യേ, ആ റൗണ്ട് ഔട്ടിന് സെക്കൻഡ് എക്സിറ്റ് എടുത്തിട്ടേ ഒരു 100 മീറ്റർ മുന്നോട്ട് വാ. ആ റോഡ് സൈഡിൽ തന്നെയാ. ഓ, എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സംശയം ഉണ്ടോ വിളിച്ചോ കേട്ടോ. ഓക്കെ, കുറച്ചുകൂടി വേണം. ഇപ്പൊ ശരിയാവും, ഇപ്പൊ ശരിയാവും. എടാ, ബലൂൺ മൊത്തം പൊട്ടിച്ചു കളയാതെ പാട്ട് തുടങ്ങിയുള്ളൂ. നീ നോക്കിക്കണേ, ചവിട്ടി പൊട്ടിക്കടാ. ആ ചേച്ചി അതൊക്കെ പറയും. മോളേട്ടാ, നമ്മുടെ ഗാനമേളക്കാരെ കണ്ടില്ലല്ലോ. എടാ, അവര് വിളിച്ചിരുന്നു കേട്ടോ, ഒരു 10 മിനിറ്റ്. തൽക്കാലം ആലോചിച്ചിടാ. നീ ഒരു കാര്യം ചെയ്തേ, ആ ചിന്നുനെ പൊന്നിനെ വിളിച്ചൊരു ഡാൻസ് അങ്ങോട്ട് കീറാൻ പറയടാ. പിള്ളേര് നല്ല ബെസ്റ്റ് ആയിട്ട് കളിക്കുന്നേ. സംഗതി കൊടുക്കട്ടെ, വന്ന് കളിക്കടാ. ഇങ്ങോട്ട് ഞാൻ നാളെ നേരത്തെ ഞാൻ നാളെ എനിക്ക് രാവിലെ മോർണിംഗ് ഡ്യൂട്ടിയാ. നിങ്ങൾ സോബി, ഫുഡൊക്കെ ഓക്കെ ആയിരുന്നല്ലേ? ഫുഡ് ഓക്കെ ആയിരുന്നോ? ഇവരുടെ കട്ട്ലേറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. പാർട്ടി അല്ലെന്നേ, പലർക്കും ഉണ്ടാക്കുന്നല്ലേ. ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കും. നീ എന്തെങ്കിലും പരിപാടി കൊണ്ട് പറഞ്ഞാൽ മതി, ഞാൻ മുട്ടിച്ചേ. അച്ചുവിൻ്റെ സ്വപ്നം മാത്രമായിരിക്കട്ടെ. സ്വപ്നങ്ങൾക്കോ ദർശനങ്ങൾക്കോ കാത്തിരിക്കാതെ നമ്മുടെ ഞായറാഴ്ചകൾ വിശുദ്ധ ബലിക്കുള്ളതും നമ്മുടെ സായന്തനങ്ങൾ പ്രാർത്ഥനാ മഞ്ജരികൾക്കും ഉള്ളതാകട്ടെ. സൺഡേ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ആശംസകളോടെ സ്പോർട്സ് സീറോ മലബാർ കമ്മ്യൂണിറ്റി.
179. Thank you. 179.
വൗച്ചറാണ് പ്രതിമ കരസ്ഥമായിരിക്കുന്നത്. അല്പസമയത്തേക്ക് നിങ്ങളേവരെയും അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഗ്രാമീണ സൗകര്യം തുറന്നു നിൽക്കുന്ന മര്യാദകളും ഇടവകയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ലോകത്തിലുള്ള എല്ലാ വൈദ്യർക്കും വേണ്ടി സ്പോർട്സ് കലാവേദിയുടെ ആദ്യ ക്രിസ്തീയ നാടകം നിങ്ങളെവരുടെയും അനുവാദത്തോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. The power of prayer. പ്രാർത്ഥനയുടെ ശക്തി. കണ്ണുള്ളവരെ കാതുള്ളവരെ കഥയുണ്ടിതു ചൊല്ലാനേ പാണൻ പക്ഷം. കരളലിയിക്കും കഥകളുണ്ടേ മന്മഥൻ ചേലുള്ള കഥകളാണേ. കണ്ണുള്ളവരെ കാതുള്ളവരെ കഥയുണ്ടിതു ചൊല്ലാനേ പാണൻ പക്ഷം. ഹായ് മരിയാപുരത്തിൻ്റെ കുഞ്ഞോമനകളെ, എന്തു ശേല നിങ്ങളെ കാണാൻ, എന്ത് സന്തോഷ നിങ്ങളുടെ ഈ മുഖത്ത്. മുതിർന്നവർക്കും ഉണ്ട് കേട്ടോ നല്ല സന്തോഷം. പാണൻ രാവിലെ കണ്ടുട്ടോ ഇടവകയുടെ പുത്രനെ സ്വീകരിക്കുവാൻ ഇരുചക്രവാഹന റാലിയായി പോയ സഹോദരന്മാരെയും ഒരേപോലെ വസ്ത്രം ധരിച്ച ഇടവകയിൽ അമ്മമാരെയും കാണാൻ നല്ല ശേലായിരുന്നു കേട്ടോ. നിഷ്കളങ്കമായി ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ പോലെ തന്നെ പണ്ട് ഈ പള്ളിമുറ്റത്ത് വരികയും ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും ഇവിടെ മതബോധനം അഭ്യസിച്ച് പഠിച്ച് വലുതായി ഒരു എഞ്ചിനീയർ ആയതിനു ശേഷം നല്ലൊരു വൈദികനാകുവാൻ തിരുപ്പട്ടം സ്വീകരിച്ച ഈ ദിവസം സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് സന്തോഷിക്കാനല്ലേ. ആട്ടെ, കുട്ടികൾക്ക് ഈ പാണൻ ആരാണെന്ന് മനസ്സിലായോ? നാടായ നാടെല്ലാം ചുറ്റി ദേശായ ദേശമെല്ലാം താണ്ടി കഥകൾ പറഞ്ഞു നടക്കുന്നവനാണ് പാണൻ. കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ ഈ പാണൻ ഒരു കഥ പറഞ്ഞു തരാം. വെറും കഥയല്ലാട്ടോ, ഒരു സംഭവ കഥ. അങ്ങകലെ കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം മരിയൻ കോവിൽ. ഈ ഇടവകയിലേക്ക് ഒരു വൈദികൻ വന്നു. ഈ വൈദികനെ നിങ്ങൾ പോളച്ച എന്ന് വിളിച്ചോ. എന്താച്ചാ? അതെ, പോളച്ച. അന്നുവരെ അക്രമവും വിലാപവും നിറഞ്ഞ മരിയൻ കോവിലിൽ പോളച്ചൻ വന്നപ്പം ഒരു സ്വർഗമായി മാറി, മാതാവിൻ്റെ ഒരു കോവിലാക്കി മാറ്റി. മരിയ കോവിലകം വാസികളെ മാതാവിൻ കാരുണ്യമേറ്റവരെ. മരിയ കോവിലകം വാസികളെ മാതാവിൻ കാരുണ്യമേറ്റവരെ. മാതേ നിൻ കാരുണ്യം മാത്രമല്ലോ മക്കൾ തന്നാശ്രയം പ്രത്യാശയും. മാതേ നിൻ കാരുണ്യം മാത്രമല്ലോ മക്കൾ തന്നാശ്രയം പ്രത്യാശയും. കണ്ടില്ലേ എത്ര സന്തോഷത്തോടെയാ അവർ ജീവിക്കുന്നതെന്ന്. പോളച്ചൻ എന്ന് വെച്ചാ അവർക്ക് ജീവനാ. അച്ഛന് വേണ്ടി ഒരു പുതിയ വൈദിക മന്ദിരം ഉണ്ടാക്കി സാധനങ്ങൾ മാറ്റുന്ന തിരക്കിലാണവർ. ഓ, നേരം പാതിരയായല്ലോ. അല്ല, നിങ്ങൾക്ക് ആർക്കും വീട്ടിൽ പോകണ്ടേ? അല്ല, ജോൺസേട്ടൻ എവിടെ പോയി? ഞാനിവിടെ ഉണ്ട് എൻ്റെ അച്ചോ. ജോൺസേട്ടാ, നേരം പാതിരയായി. കെട്ടിക്കാൻ പ്രായമായി 2 പെൺമക്കൾ മാത്രമേ വീട്ടിലുള്ളൂ എന്നൊരു വിചാരവുമില്ല. ഇതുകൂടി ഒന്ന് കഴിഞ്ഞിട്ട് പോരെ എൻ്റെ അച്ഛാ. മതി, ഇനി നിർത്തിയേ. ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ താഴത്ത് ഞാൻ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ജോൺസേട്ടൻ ഇവരെയൊക്കെ കൂട്ടിപ്പോയി ആ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോവാൻ നോക്കിയേ. മതി, അതവിടെ വെച്ചേക്ക് ജോൺസേട്ടാ. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? ആ പിള്ളേർ അവിടെ പേടിച്ചിരിക്കുകയായിരിക്കും. ശരി, ഈ അച്ഛൻ്റെ ഒരു കാര്യം. ദേ, നിങ്ങളുടെ മുഖത്ത് കണ്ടിരുന്ന അതേ സന്തോഷം തന്നെയാ ഈ പാണൻ
അവരുടെ മുഖത്തും കണ്ടത്. പക്ഷേ ആ സന്തോഷം അധികം നാൾ നിലനിൽക്കുന്നത് അവനിഷ്ടമല്ലല്ലോ. എല്ലാവരുടെയും തകർച്ചയല്ലേ അവന്റെ ഹരം, എല്ലാവരുടെയും ദുഃഖമല്ലേ അവന്റെ സന്തോഷം. താത്വികതൈ താത്വികതൈ തെയ്യാ തിന്താവോ, താത്വികതൈ താത്വികതൈ തെയ്യാ തിന്താവോ, എന്തു കണ്ടിട്ടേതു കണ്ടിട്ടെയ്യാ തിന്താവോ, എന്തു കണ്ടിട്ടേതു കണ്ടിട്ട് തെയ്യാ തിന്താവോ, താത്വികതൈ താത്വികതൈ തെയ്യാ തിന്താവോ. ജോൺ ചേട്ടാ. ആരത്? പീറ്റർ കുഞ്ഞോ? ജോൺ ചേട്ടാ, ഇവിടെ അച്ഛനുണ്ടോ? അച്ഛനില്ലല്ലോ കുഞ്ഞെ. അച്ഛൻ ഒരിടം വരെ പോയിരിക്കുക. വൈകുമെന്നാ പറഞ്ഞത്. എന്തേ? അച്ഛനൊരു അനാഥാലയം തുടങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അതിലേക്കായി ഒരു ചെറിയ ഡൊണേഷൻ കൊടുക്കണമായിരുന്നു. ജോൺ ചേട്ടനത് അച്ഛന് കൊടുക്കുവോ? അയ്യോ, അത് വേണ്ട കുഞ്ഞെ. കാശിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാറില്ല. അതൊക്കെ അച്ഛൻ നേരിട്ടാ നടത്താറ്. അത് കുഞ്ഞ് അച്ഛന്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നാളെ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യണമെന്ന് MD വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് 3:30 ഫ്ലൈറ്റ്. അച്ഛന് വേണ്ടി കാത്തു നിന്നാൽ എന്റെ ഫ്ലൈറ്റ് മിസ്സാകും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ജോൺ ചേട്ടനത് അച്ഛന്റെ കയ്യിൽ കൊടുത്താൽ മതി. ഞാൻ അച്ഛനെ മൊബൈൽ വിളിച്ചോളാം. കുഞ്ഞെ, ഞാൻ അത് കൊടുക്കാം. പക്ഷേ ഒരു പക്ഷേയുമില്ല. ജോൺ ചേട്ടനത് പിടിച്ചേ 25,000 രൂപയുണ്ട്. ഇനിയും സംസാരിച്ച് നിന്നാൽ ഞാൻ ലേറ്റ് ആകും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ. ശരി ജോൺ ചേട്ടാ, നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം. ബൈ. ഹലോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആരാ സംസാരിക്കുന്നത്? ഓ, പീറ്ററോ? ഡൽഹിയിൽ നിന്നോ? അല്ല, ഡൽഹിയിൽ എത്തിയോ? കാശോ? 25,000 രൂപയോ? ജോൺസേട്ടൻ്റെ കയ്യിലോ? 25,000 രൂപ. ഓ, ആകാശ് കിട്ടി. ഞാൻ പെട്ടെന്ന് അങ്ങ് ഓർത്തില്ല. ശരി ശരി ശരി. ഇനി എന്നാ നാട്ടിലേക്ക്? അപ്പോ പിന്നെ അന്നേരം കാണാം. പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ജോൺസേട്ടൻ ഈ കാശിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. മറന്നു പോയിട്ടുണ്ടാവാം. എന്നാലും ജോൺസേട്ടാ. അല്ല, ജോൺസേട്ടാ എവിടെ പോയി? ഇനിയെങ്ങാനും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒന്നല്ലെങ്കിലും അദ്ദേഹം ഒരു 40 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. ജോൺസേട്ടന്റെ സ്വഭാവത്തിന് ഈ ഈയിടെയായി എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ആരുമില്ലേന്ന്. ആരാ? എന്താ വേണ്ടത്? അച്ചോ, ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വരികയാ. എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ കുറേ ദിവസമായി. എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം നിങ്ങളുടെ മുഖത്ത് നിന്ന് ആ തുണി ഒന്ന് മാറ്റിയേ, ഞാനൊന്ന് കണ്ടോട്ടെ. അരുതച്ചോ, അരുത്. ഞാനൊരു വികൃതനായ മനുഷ്യൻ. എന്നെ കാണുന്നവർ ഒന്നെങ്കിൽ പേടിക്കും, അല്ലെങ്കിൽ കല്ലെറിഞ്ഞോടിക്കും. ഇവിടെ ഇപ്പൊ തന്നെ ആരും കല്ലെറിയാനോ കളിയാക്കാനോ പോകില്ല. കാരണം ഇതൊരു ദേവാലയമാ. ഞാനോ ഒരു വൈദികനും. ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് ഞങ്ങളുടെ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത്. പിന്നെയാണോ നിങ്ങൾ? തൊടരുതച്ചോ, എന്നെ തൊടരുത്. ഞാനൊരു നികൃഷ്ടനായൊരു മനുഷ്യൻ. അങ്ങേ പോലെ വിശുദ്ധിയുള്ള ഒരാളുടെ സ്പർശനത്തിന് പോലും എനിക്ക് അർഹതയില്ല. എനിക്ക് വെളിച്ചത്തെ ഭയമാണ്. അങ്ങ് എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി. എന്തെങ്കിലും തന്നാൽ എങ്ങനെയാ ശരിയാകാ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്,
വിശക്കുന്നവന് ഭക്ഷണമാണ് ആവശ്യം. ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ എൻ്റെ കൂടെ വന്നേ, നമുക്ക് ഊട്ടുപുരയിലേക്ക് പോകാം. ഇല്ലച്ചോ ഇല്ല, എന്നെ നിർബന്ധിക്കരുത്. ദുർഗന്ധമുള്ള പഴുത്തൊലിക്കുന്ന വ്രണങ്ങളാണ് എന്റെ ശരീരം മുഴുവൻ. ഞാൻ അങ്ങയുടെ മുറികൾ വൃത്തികേടാക്കും. അങ്ങേ പോലുള്ള ഒരു മനുഷ്യന്റെ ഊട്ടുമുറിയിലിരുന്ന് ഭക്ഷിക്കാൻ ഈ തെരുവ് പട്ടിക്ക് എന്തർഹത? അങ്ങ് എനിക്ക് പൈസയായിട്ട് എന്തെങ്കിലും തന്നാൽ മതി. എന്റെ ഈ എളിയ അപേക്ഷ അങ്ങ് തിരസ്കരിക്കരുതേ. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ആ ശരി, എന്നാ പിടിച്ചോ. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയിലെ ചേട്ടന്മാർ ഇവിടെ വരും. അവരോട് ഞാൻ താങ്കളുടെ കാര്യം സൂചിപ്പിക്കാം. അവർക്കൊരു പക്ഷേ താങ്കളെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിലോ. അടുത്ത ഞായറാഴ്ച താൻ രാവിലെ ഇങ്ങോട്ട് വരാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, അന്നൊന്നും ഇതേപോലെയുള്ള സിദ്ധാന്തങ്ങളോ വർത്തമാനങ്ങളൊന്നും പറയാതിരുന്നാൽ മതി, കേട്ടല്ലോ? ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട്. ജീവിതത്തിൽ ആദ്യമായാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ ഏതാനും വാക്കുകൾ ഈ ഞാൻ ശ്രവിക്കുന്നത്. ഞാൻ തീർച്ചയായും വരും അച്ചോ, തീർച്ചയായും വരും. വരട്ടെ അച്ചോ. അച്ഛനെ മുഖലക്ഷണത്തിൽ വിശ്വാസമുണ്ടോ? എന്ത്? മുഖം നോക്കി ലക്ഷണം പറയുന്നതിൽ അച്ഛന് വിശ്വാസമുണ്ടോ എന്ന്. മുഖലക്ഷണത്തിലോ? താൻ മുഖലക്ഷണവും പറയോ? പിന്നെ ഞങ്ങൾക്ക് ഒരു ലക്ഷണത്തിലും വിശ്വാസമില്ല. അതെല്ലാം 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഞങ്ങൾക്ക് ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അച്ഛന് മുഖലക്ഷണത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. അച്ഛൻ ആരെ പറ്റിയാണോ മനസ്സിൽ സംശയത്തോടെ ഓർത്തിരുന്നത്, ആരുടെ സ്വഭാവമാണോ ഈ ഇടയായി അച്ഛനിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുന്നത്, അവ മൂലം അച്ഛന് മാനഹാനി സംഭവിക്കും. അച്ഛനെ ആശ്രയിക്കുന്ന ബഹുമാനിക്കുന്ന ഈ നാട്ടുകാർ അവ മൂലം അച്ഛനെതിരെയായി തിരിയും. ശരീരത്തിലും മനസ്സിലും ഒരിക്കലും ഉണങ്ങാത്ത ഒരുപാട് മുറിപ്പാടുകൾ അവനുണ്ടാക്കും. അവനെ സൂക്ഷിച്ചോ അച്ചോ, അവനെ സൂക്ഷിച്ചോ. അവനച്ഛനെ നശിപ്പിക്കും, അവനച്ഛനെ നശിപ്പിക്കും, അവനച്ഛനെ നശിപ്പിക്കും. ആരെ സൂക്ഷിക്കാൻ? നമ്മുടെ ജോൺസേട്ടനെയോ ആ പാവത്തെയോ? അയാൾ ഭ്രാന്ത് പറയുകയാ. അവൻ മൂലം അച്ഛന് മാനഹാനി സംഭവിക്കും. ശരീരത്തിലും മനസ്സിലും ഒരിക്കലും ഉണങ്ങാത്ത ഒരുപാട് മുറിപ്പാടുകൾ അവൻ ഉണ്ടാക്കും. അവൻ അച്ഛനെ നശിപ്പിക്കും. അച്ഛൻ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഉവ്വ്, അന്വേഷിച്ചിരുന്നു. ജോൺസേട്ടൻ എന്തെങ്കിലും എന്നോട് പറയാൻ മറന്നിട്ടുണ്ടോ? അല്ല, എന്താ അച്ഛൻ അങ്ങനെ ചോദിച്ച്? അല്ല, ജോൺസേട്ടൻ എനിക്ക് എന്തെങ്കിലും തരാൻ മറ്റോ മറന്നിട്ടുണ്ടോ? ഉണ്ടോ അച്ഛാ? എനിക്ക് അങ്ങോട്ട് പഴയ പോലെ ഒന്നും ഓർമ്മ വരുന്നില്ല. ആരെങ്കിലും എനിക്ക് തരാൻ വേണ്ടി കാശ് ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്താ എന്താ കാര്യം? അല്ല, നമ്മുടെ ആ പീറ്റർ ഇല്ലേ, ഡൽഹിയിൽ ജോലി ചെയ്യുന്നത്, അദ്ദേഹം നമ്മുടെ ജോൺസേട്ടന്റെ കയ്യില് ഒരു 25,000 രൂപ എനിക്ക് തരണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അതിനെ കുറിച്ചൊന്ന് ചോദിച്ചതാ. ഉണ്ടോ തന്റെ കയ്യിൽ കാശ് തന്നിട്ടോ? ആ, നമ്മുടെ പീറ്റർ കുഞ്ഞല്ലേ, തന്നിരുന്നു. ആ തിരക്കിൽ ആ കാര്യം അങ്ങോട്ട് ഓർത്തില്ല, മറന്നു. എന്തായിരുന്നു ഇത്ര തിരക്ക്? എന്നിട്ട് ആ കാശ് എവിടെയാ? അത് അന്ന് കാശ് തന്നപ്പോ ഇവിടെ വെക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടിലാ? പള്ളി മുതൽ വെക്കാനുള്ള സ്ഥലത്ത് എന്റെ വീട്? ഓ, തന്നോട് അങ്ങനെ പറ. ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മുടെ ഭണ്ഡാരത്തിൽ ഒരു കൊല്ലായിട്ട് കളക്ഷൻ തീരില്ലെന്നേ. തേങ്ങയുടെ കാര്യമാണെങ്കിൽ പറയും വേണ്ട, സ്ഥിതി ഇങ്ങനെ തന്നെ. അപ്പൊ ഇതാണ് സംഗതിയില്ലേ? ഇപ്പഴാ പിടികിട്ടിയത്. അച്ഛോ, ഇത്രയും നാള് നമ്മള് കുറുക്കന്റെ കയ്യിലുള്ള ഈ താക്കോല് കൊടുത്തിരുന്ന. നാളെ കുറേ കുഞ്ഞേ, ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഇവിടെ നിന്നും തരുന്ന ശമ്പളമല്ലാതെ ഇന്നേ വരെ
ഒരു മുട്ടായിക്കുള്ള പൈസ പോലും ഈ തിരുസന്നിധിയിൽ നിന്നും ഞാൻ എടുത്തിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ കള്ളനെന്ന് പറയരുത്. മിണ്ടിപ്പോരുത്. കള്ളനല്ലാണ്ട് പിന്നെ അതാ മാർപ്പാപ്പിയ അതരോ പ്രായ കൂടുതലെന്ന കാര്യം ഞാൻ ഓർക്കില്ല കേട്ടാ. ഇനി ശബ്ദിച്ച പിന്നെ ശബ്ദിക്കുന്നത് ഈ കയ്യായിരിക്കട്ടാ. വിടടാ വിട്. ഇയാളോടൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. പോലീസിനെ വിളിക്ക്. പോലീസ് വരട്ടെ. അവര് തത്ത പറയിക്കുന്ന പോലെ ഇയാളോട് കാര്യങ്ങൾ പറയിച്ചോളും. 40-40 കൊല്ലായിലോട് ഈ പണി തുടങ്ങിയിട്ട് തനിക്ക് നാണലോട് മനുഷ്യ. എന്തിനാണ്ടോ? നിർത്ത്. പോലീസിനും പട്ടാളത്തെയും ഒന്നും വിളിക്കണ്ട. നിങ്ങൾ പള്ളി കമ്മിറ്റി മീറ്റിങ്ങിനല്ലേ വന്നത്? നമുക്ക് അവിടേക്ക് പോകാം. അപ്പോഴേക്കും ജോൺസേട്ടൻ പോയി വീട്ടിൽ നിന്ന് ആ പൈസ എടുത്തു കൊണ്ടുവരാം. കേട്ടല്ലോ? ആ, നിങ്ങൾ എൻ്റെ കൂടെ വന്നേ, നമുക്ക് മീറ്റിങ്ങിന് പോവാം. ഓ, അച്ഛൻ പറഞ്ഞോട്ടാ. പോയി കാശെടുത്തിട്ട് പാടോ. കള്ളനല്ലാണ്ട് മാർപ്പാപ്പ നടക്കണു. ഒരു പാടോ. അച്ഛോ, ഇത്രയും നാള് നമ്മള് കുറുക്കന്റെ കയ്യിലുള്ള ഈ താക്കോല് കൊടുത്തിരുന്ന 40-40 കൊല്ലായിലോട് ഈ പണി തുടങ്ങിയിട്ട് തനിക്ക് നാണലോട് മനുഷ്യ. ഇവിടെ ആരുമില്ലേ? ആരാ? ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. അച്ഛനെ ഒന്ന് കാണണമായിരുന്നു. അച്ഛൻ എവിടെ? അച്ഛൻ? ഇവിടെ ഒരു അച്ഛനുമില്ല, ഒരു കൊച്ചനുമില്ല. ഒന്ന് പോകുന്നുണ്ടോ? അച്ഛൻ എപ്പോ വരും? അത് എന്നോടാണോ ചോദിക്കുന്നത്? ഈ മനുഷ്യൻ എന്റെ കയ്യിൽ നിന്ന് വല്ലതും കേൾക്കാനാ? പോയി അച്ഛനോട് ചോദിക്കേ. പോകാൻ. താങ്കൾക്ക് മുഖലക്ഷണത്തിൽ വിശ്വാസമുണ്ടോ? മുഖലക്ഷണം? ഞാൻ ചൂലും കെട്ടെടുക്കും. ഒന്ന് പോടോ. വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആരുമൂലം നിന്റെ മനസ്സ് വിഷമിച്ചുവോ? ആരുമൂലം നിന്റെ മാനത്തിന് ഹാനി സംഭവിച്ചുവോ? അവനെ സൂക്ഷിക്കണം. അവൻ മൂലം നീ ഇനിയും പീഡിപ്പിക്കപ്പെടും, അപമാനിക്കപ്പെടും. ഇന്ന് നിന്റെ കഴുത്തിൽ കയറി പിടിച്ചവർ നാളെ നിന്റെ പെൺമക്കളുടെ മടിക്കുത്ത് കയറി പിടിക്കും. നിർമ്മല ഹൃദയത്തോട് കൂടെ അല്ലടാ ഈ കപ്പേർ ജോലി ചെയ്തിരുന്നത്. പക്ഷേ അവൻ മൂലം നീ ഇനി കള്ളനായി, ചതിയനായി മുദ്ര കുത്തപ്പെടും. 40-40 വർഷങ്ങളായി അഹോരാത്രം ഈ ദേവാലയത്തിന് വേണ്ടി വിയർപ്പൊഴിക്കാൻ നിന്നെക്കാളും നാട്ടുകാർക്ക് വിശ്വാസം വെറും 1.5 വർഷം മുമ്പ് ഇവിടെ വന്നു ചേർന്ന ആ കള്ള പാതിരിയാണ്. അവനെ സൂക്ഷിച്ചോ. അവൻ മൂലം നിനക്ക് ദുരന്തം. അവൻ നിന്നെ നശിപ്പിക്കും. നിർത്താൻ. നീ ആരാ? നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ ആരാ എന്താ എന്നുള്ളതിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ നീ നാളെ ഇവിടെ എന്തായി തീരും എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ആ, ഇനി ചിന്തിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു കള്ളനായി തീർന്നില്ലേ? ഞാൻ ഇനി എന്താ ചെയ്യുക? മണ്ടാ, മരമണ്ടാ, ഇനിയാണ് ചിന്തിക്കേണ്ടത്. ഇനിയാണ് നിനക്ക് ചെയ്യാനുമുള്ളത്. മനസ്സിലായില്ല. അതെ, ആരുമൂലം നീ എല്ലാവരുടെയും മുമ്പിൽ കള്ളനായി തീർന്നുവോ അവനിവിടെ കള്ളനായി മാറണം. ആരുമൂലം നിന്റെ മാനത്തിന് ഹാനി സംഭവിച്ചുവോ അവൻ അപമാനിക്കപ്പെടണം. കൊള്ളരുതാത്തവനും ചതിയനും നുണയനുമാക്കി തീർക്കണം. അങ്ങനെയെങ്കിൽ അവൻ പറയുന്നത് ഈ ലോകം കേൾക്കില്ല. അപ്പോൾ നീ നിഷ്കളങ്കനായിരുന്നുവെന്നും പഴയതുപോലെ നിന്നെ ഇടവക്കാർ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങും. ശരിയാ, നീ പറഞ്ഞത് ശരി തന്നെ. പക്ഷേ ഞാൻ അതിനായി എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. തന്താ